തിരഞ്ഞെടുപ്പുകളിൽ പിന്തുണ പ്രഖ്യാപിക്കുന്നത് വെൽഫെയർ പാർട്ടിയും സ്വീകരിക്കുന്നത് ഇവിടുത്തെ കോൺഗ്രസോ CPM പോലുള്ള രാഷ്ട്രീയ പാർട്ടികളും ആണെങ്കിലും ചോദ്യങ്ങൾ വരുന്നത് മുഴുവനും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇനി മുതൽ വെൽഫെയർ പാർട്ടിയോ ജമാഅത്തെ ഇസ്ലാമിയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ മുന്നണിക്കോ സ്ഥാനാർത്ഥിക്കോ വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് ആ സ്ഥാനാർത്ഥിക്ക് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട മിനിമം ചില യോഗ്യതകൾ കൂടി നിർബന്ധമാക്കണം, വ്യവസ്ഥയായി വെക്കണം. ഏറ്റവും കുറഞ്ഞത് ആ സ്ഥാനാർത്ഥിക്ക് പ്രസ്ഥാനത്തെക്കുറിച്ച് സാമാന്യം ഒരു ധാരണയെങ്കിലും ഉണ്ടായിരിക്കണം. എന്തുകൊണ്ട് താങ്കൾ ജമാഅത്തെ ഇസ്ലാമിയുടെയോ വെൽഫെയർ പാർട്ടിയുടെയോ പിന്തുണ സ്വീകരിച്ചു എന്ന് ചോദിച്ചാൽ ഓടി ഒളിക്കാനല്ല, തലയുയർത്തി നിന്ന് മറുപടി പറയാൻ ആ സ്ഥാനാർത്ഥിക്ക് കഴിയണം. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ മതരാഷ്ട്രവാദമോ വർഗീയതയോ തീവ്രവാദമോ ആരോപിച്ചാൽ അതിന് തെളിവ് ചോദിക്കാനുള്ള ആർജവമുള്ള സ്ഥാനാർത്ഥികൾക്ക് ഇനി പ്രസ്ഥാനം വോട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഫാത്തിമ തഹ്ലിയയെ പോലെ ഓടി ഒളിക്കുന്ന സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യത പ്രസ്ഥാന പ്രവർത്തകർക്കാണ് വന്നു വീഴുന്നത്. ഓടുന്നത് രാഷ്ട്രീയക്കാരും അതിന് മറുപടി പറയേണ്ടത് പ്രസ്ഥാന പ്രവർത്തകരും എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ജമാഅത്തിൽ ഒരു വ്യക്തിക്ക് അംഗത്വം ലഭിക്കണമെങ്കിൽ എന്തൊക്കെ കടമ്പകളാണ് കിടക്കേണ്ടത്? എത്ര പുസ്തകങ്ങൾ വായിക്കണം? ഏതൊക്കെ ചോദ്യങ്ങൾക്ക് മറുപടി പറയണം? അവന്റെ ജീവിതം പ്രസ്ഥാന നേതൃത്വം എത്ര സൂക്ഷ്മമായാണ് പരിശോധിക്കുന്നത്? പക്ഷെ പ്രസ്ഥാനത്തിന്റെ വോട്ട് ലഭിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് ABCD പോലും അറിയണമെന്നില്ല. അതുകൊണ്ടാണ് അത്തരക്കാർ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ഓടി ഒളിക്കുന്നതും എന്തെങ്കിലും പറഞ്ഞ് വിഷയം മാറ്റുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും പ്രസ്ഥാനത്തിന്റെ വോട്ട് ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥികൾ പ്രസ്ഥാനത്തെക്കുറിച്ച് കുറച്ചെങ്കിലും ഒന്ന് പഠിച്ചിരിക്കണം എന്ന അവസ്ഥ വന്നാൽ അവർക്കും അത് നല്ലതായി മാത്രമേ ഭവിക്കൂ.